എങ്കിൽ പറയട്ടെ, ഒരു തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ, ഒരു വൃത്തികേടുകളിലേക്ക് ആരെങ്കിലും ഒരു മൊബൈൽ ഫോണിലൂടെ ക്ഷണിക്കുമ്പോ, എന്തെങ്കിലും വൃത്തികേടുകൾ അയക്കുമ്പോ, എന്തെങ്കിലും തോന്നിവാസങ്ങൾ കാണുമ്പോ, എന്റെ നാഥനായ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന പൂർണ്ണമായ ബോധത്തോടുകൂടെ ആ വൃത്തികേടുകളിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ, അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബ് നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് യാതൊരു കണക്കുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. എന്റെ ജീവിതം അതേ ആരുടെ മുന്നിലും നശിപ്പിക്കാനുള്ളതല്ല. അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ ജീവിച്ച് വളരെ ഗൗരവത്തോടുകൂടെ ജീവിക്കേണ്ടവനാണ് ഞാൻ. വയൗമ യഗുല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അതേ സത്യനിഷേധികളായ ആളുകൾ, അവർക്ക് അതിപ്രയാസമേറിയ ഒരു ദിവസം വരാനുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ് വയൗമ യഗുല്ലു ളാലിമു അലാ യദൈഹി. അതേ അക്രമകാരികളായ ആളുകൾ, തെറ്റ് ചെയ്ത ആളുകൾ ഒരു ദിവസം സ്വന്തം കൈകടിക്കേണ്ടി വരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വയൗമ യഗുല്ലു ളാലിമു അലാ യദൈഹി. അവന്റെ കൈകൾ കടിക്കുന്ന ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്. ആഖിറത്തിലെ വിഷയമാണ് അല്ലാഹ് പറഞ്ഞത്. ആഖിറത്തിലെത്തുമ്പോ ആ മനുഷ്യൻ കൈകടിക്കേണ്ടി വരും എന്നതുപോലെ ഭൗതികമായ ലോകത്ത് നമ്മൾ കൈകടിക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടാകും. അതുകൊണ്ട് കൈകടിക്കുന്ന ഒരു ദിവസമുണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണേ. ഭൗതികമായ ലോകം അടിച്ചു പൊളിക്കാനുള്ള ലോകമല്ല, ആർമാദിക്കാനുള്ള ലോകമല്ല, തോന്നിവാസങ്ങൾ കാണിക്കാനുള്ള ലോകമല്ല, അനാവശ്യമായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി ജീവിതം നശിപ്പിക്കാനുള്ള ലോകമല്ല. സുബ്ഹാനല്ലാഹ്. എന്തിനധികം പറയണം, ചില വിഷയങ്ങൾക്ക് വേണ്ടി ചിലരെ ബന്ധപ്പെടുന്നവര് വരെ അവരെ പല മോശങ്ങളിലേക്കും ക്ഷണിക്കുന്ന അതിദാരുണകരമായ വർത്തമാനങ്ങൾ ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെല്ലാവരും ഗൗരവത്തോടെ ആലോചിക്കണം. ഈ മൊബൈൽ ഫോണുകളും ഈ സംവിധാനങ്ങളും ഇതൊന്നും വലിയ സൂക്ഷ്മതയുള്ളതല്ല, ഇതൊന്നും വലിയ സുതാര്യമല്ല. നമ്മുടെ രഹസ്യങ്ങൾ എപ്പോഴും പുറത്തായേക്കാം എന്ന വലിയ ഗൗരവമായ കരുതലുകൾ നമ്മുടെ മുന്നിലില്ലെങ്കിൽ, ഓ സഹോദരി, ഓ ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ, ഓ ഉമ്മമാരെ, ഓ ഉപ്പമാരെ, നമ്മൾ കൈകടിക്കേണ്ടി വരും. കൈ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ മൊബൈൽ ഫോണുകള്, ആരുമായിട്ടാണ് ചാറ്റിങ്ങുകള്, ആരുമായിട്ടാണ് ബന്ധങ്ങള്, ആരുമായിട്ടാണ് സംസാരങ്ങള്, ആരുമായിട്ടാണ് ജീവിതം പങ്കിടുന്നത്, എല്ലാം ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. സ്വന്തം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറിച്ച് നല്ല ബോധം വേണം, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് നല്ല ബോധം വേണം. അങ്ങനെ ഭൗതികമായ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൃത്തികേടിൽ നിന്ന് ഇനിയും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപാട് മരണങ്ങൾ നമ്മുടെ വീട്ടിന്റെ ചുറ്റുഭാഗങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും കേട്ടോ. ഇതൊരു പാഠമാകട്ടെ. മദനീയം പരിപാടി കേൾക്കുന്ന ഓരോ കുടുംബങ്ങളോടും വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒരു പ്രേമബന്ധങ്ങളും നമുക്ക് ആവശ്യമില്ല, നമുക്ക് പാടില്ല. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ.